ഹായ് ഹലോ നമസ്കാരം. നമ്മളുടെ പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് സീരീസിൻ്റെ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഈ എപ്പിസോഡിൻ്റെ പേര് മിഷൻ ക്രീപ്പ് എന്നാണ്. പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം നിങ്ങൾക്കറിയാം? കുറ്റകൃത്യങ്ങളിൽ ഇടപെടുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗുരുതരമായ ക്രിമിനൽ കേസുകൾ പെടുകയും പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അന്വേഷണ വിധേയമാകപ്പെടുകയോ ചെയ്യാത്ത ആളുകളെയാണ് പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പേഴ്സൺ ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് മെഷിൻ നമുക്ക് തന്നിരിക്കുന്നത് ജോയി ഡർബാൻ എന്ന ഒരു എക്സ് സർവീസുകാരനെയാണ്. മുൻപ് ഇറാഖ് വാറിൽ പങ്കെടുത്തിട്ടുള്ള ജോയി ഡർബാൻ ഇപ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഡോർമാനായിട്ട് വർക്ക് ചെയ്യുകയാണ്. അമേരിക്കയിലൊക്കെ അങ്ങനെയാണ്. നമുക്ക് യുദ്ധത്തിലേക്ക് പോയി തിരികെ വന്നാൽ പല പല ചെറുകിട ജോലികളിലൊക്കെ ഇടപെടാറുണ്ട്. നമ്മുടെ നാട്ടിലെ എക്സ് സർവീസ്മാനൊക്കെ പിന്നീട് ബാങ്കിലുമൊക്കെ ജോലിക്ക് കയറാറുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ ഹോട്ടലിൻ്റെ ഡോർമാനായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറാണ് മെഷീൻ ഈ പ്രാവശ്യം ഫിഞ്ചിന് നൽകിയിട്ടുള്ളത്. അപ്പോൾ കഥയൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ അറിയാം. പെട്ടെന്ന് ചുരുക്കി പറഞ്ഞാൽ ഹറോൾഡ് ഫിഞ്ച് ഒരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മെഷീൻ്റെ പേര് മെഷീൻ എന്നാണ്. ആ മെഷീൻ്റെ പരിപാടി 10,000-കണക്കിന് CCTV ക്യാമറകളിലൂടെയും ഇമെയിലുകളിലൂടെയും മൊബൈൽ ഫോൺ സംഭാഷണങ്ങളിലൂടെയും ഫോൺ സംഭാഷണങ്ങളിലൂടെയും ഒക്കെയുള്ള വിവരങ്ങൾ അപഗ്രഥിച്ച് അവയിൽ നിന്ന് കുറ്റകരമായ ഇടപാടുകൾ പെടുന്നവരെ തിരഞ്ഞെടുക്കുകയും ഈ പറയുന്ന ആ കുറ്റകരമായ ഇടപാടുകളിൽ ഇടപെടുന്ന ആൾക്കാരുടെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ സർക്കാരിന് നൽകുകയും സർക്കാർ വേണ്ട നടപടികൾ എടുക്കുകയും അങ്ങനെ ഒരു കുറ്റകൃത്യം നടക്കാതെ ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. 2 ലിസ്റ്റുകളാണ് മെഷീൻ തരുന്നത്, റിലവൻറ്റ് ലിസ്റ്റും ഇറലവൻറ്റ് ലിസ്റ്റും. ഇറലവൻറ്റ് ലിസ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾക്കിപ്പോൾ അറിയാം. അപ്രധാനമായ കേസുകളാണ്, അതായത് എന്തെങ്കിലുമൊക്കെ കുറ്റകരമായ കാര്യങ്ങളിൽ പെട്ടുപോവുകയൊക്കെ ചെയ്യുന്ന ആളുകളുടെ നമ്പർ ഇറലവൻറ്റ് ലിസ്റ്റിലാണ് മെഷീൻ കൊടുക്കുന്നത്. ഈ ഇറലവൻറ്റ് ലിസ്റ്റ് മെഷീൻ ആർക്ക് കൊടുക്കും? ഹറോൾഡ് ഫിഞ്ച് കൊടുക്കും. ഹറോൾഡ് ഫിഞ്ചും ജോൺ റീസും ചേർന്ന് ആ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറിനെ കുറിച്ച് അന്വേഷിച്ച് അപകടകരമായ സാഹചര്യങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇറാഖ് വാറിലും അഫ്ഗാനിസ്ഥാൻ വാറിലുമൊക്കെ പങ്കെടുത്തിട്ട് തിരികെ വന്നിട്ടുള്ള ജോയി ഡർബാൻ്റെ പേരാണല്ലോ, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ആണല്ലോ മെഷീൻ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഹറോൾഡ് ഫിഞ്ച് ഇദ്ദേഹത്തെ നിരീക്ഷിക്കാൻ ജോൺ റീസിനോട് പറയുകയാണ്. മാത്രമല്ല ജോൺ റീസിൻ്റെ ഫോണ് ജോയി ഡർബൻ്റെ ഫോണുമായിട്ട് ക്ലോൺ ചെയ്തിട്ടുണ്ട്. അതായത് ജോയി ഡർബൻ്റെ ഫോണിൽ വരുന്ന കോളുകളെല്ലാം ജോൺ റീസിന് നിരീക്ഷിക്കാം, മെസ്സേജുകൾ നിരീക്ഷിക്കാം. മാത്രമല്ല ആ ഫോണിൻ്റെ അടുത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ സംസാരിക്കുകയാണെങ്കിൽ, ജോയി ഡർബനോട് സംസാരിക്കുകയാണെങ്കിൽ അതും ആ ഫോൺ പിടിച്ചെടുത്ത് ഹറോൾഡ് ഫിഞ്ചിനും ജോൺ റീസിനും കേൾക്കുന്ന പാകത്തിലാക്കി കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ നിർമ്മിതി. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമെന്ന്. നടക്കായികയൊന്നുമില്ല. കാരണം നമ്മൾ വീട്ടിലിരുന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണമെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ്ബുക്കും ഗൂഗിളുമൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ വീണ്ടും എപ്പോഴെങ്കിലുമൊക്കെ ഇൻ്റർനെറ്റിൽ കയറുമ്പോൾ അതിൻ്റെ പരസ്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള സാധനത്തിൻ്റെ പരസ്യങ്ങളൊക്കെ നമ്മളോട് പറയാൻ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നടക്കാം. ജോൺ റീസ് നിരീക്ഷണത്തിനിടയിൽ പെട്ടെന്ന് ജോയി ഡർബന് ഒരു മെസ്സേജ് വരുന്നുണ്ട്. മാത്രമല്ല ഈ ജോയി ഡർബന് ഒരു ഗേൾ ഫ്രണ്ടുമുണ്ട്, പിയ മൊറസ്കോ. 6 വർഷമായിട്ട് ഇവർ തമ്മിൽ സ്നേഹത്തിലാണ്. ജോയി ഡർബനെ പിന്തുടരുന്ന ജോൺ റീസ് ജോയി ഡർബന് വന്ന മെസ്സേജ് അത് സ്വല്പം കോംപ്ലിക്കേറ്റഡ് ആയ മെസ്സേജാണ്. ചില അക്ഷരങ്ങൾ മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹറോൾഡ് ഫിഞ്ചിന് അയച്ചു കൊടുക്കുന്നുണ്ട് അവ ഡീകോഡ് ചെയ്യുന്നതിന് വേണ്ടി. ജോയി ഡർബനെ പിന്തുടരുന്ന ജോൺ റീസ് ജോയി ഡർബൻ കയറിപ്പോകുന്ന ഒരു ബാങ്കിലേക്കാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ പിന്തുടരുന്നു. ജോയി ഡർബൻ പോകുന്ന വഴിക്ക് തന്നെ മുഖംമൂടി അണിഞ്ഞിട്ടുള്ള മറ്റ് 3 പേരും കൂടെ ഈ ബാങ്കിനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്നു. പെട്ടെന്ന് അവിടെ വെടിവെച്ച ശബ്ദം കേൾക്കുന്നു. ആ ബാങ്ക് കൊള്ളയടിക്കപ്പെടുകയാണ്. നമ്മുടെ ജോൺ റീസ് ഉൾപ്പെടെ ബാങ്കിനുള്ളിലുണ്ട്. കസ്റ്റമേഴ്സ് എല്ലാം വെടിശബ്ദം കേട്ട് പേടിച്ച് നിലത്തേക്ക് വീഴുകയാണ്. എല്ലാവരും പരിഭ്രാന്തരാണ്. നമ്മുടെ ഈ എക്സ് സർവീസായ ജോയി ഡർബനും കൂട്ടാളികളുമാണ് ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം ജോൺ റീസ് മനസ്സിലാക്കുന്നു. ഈ വിവരം ജോൺ റീസ് ഹറോൾഡ് ഫിഞ്ചിനോട് പറയുന്നു. എല്ലാവർക്കും കൺഫ്യൂഷൻ ആകുന്നു. കാരണം നമ്മുടെ ഈ മെഷീൻ കുറ്റവാളികളുടെ നമ്പറല്ല തരുന്നത്, പക്ഷേ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളവരുടെ നമ്പറാണ് കൂടുതലായിട്ട് തരുന്നത്. അതായത് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന കുറ്റകൃത്യത്തിൽപ്പെട്ട് ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മരിക്കാൻ ഇടവരാതെ പോകാനാണ് നമ്മുടെ മെഷീൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ കുറ്റം ചെയ്യുന്ന ആളുടെ നമ്പറാണ് തരുന്നത്. അപ്പോൾ ഇവർക്കും കൺഫ്യൂഷൻ ആകുന്നു. ഇവർ പഴയ രേഖകളൊക്കെ തിരയുമ്പോൾ
നമ്മുടെ ഈ ജോയി ഡർബൻ വളരെ നല്ലൊരു സോൾജിയറായിട്ടാണ് കാണുന്നത്. വീണ്ടും നിരീക്ഷണത്തിനൊടുവിൽ ഈ ജോയി ഡർബൻ മറ്റൊരു സ്ത്രീയെയും കാണുന്നതായിട്ട് ജോൺ ട്രീസ് മനസ്സിലാക്കുന്നു. ആ കാണുന്ന സ്ത്രീക്ക് ധാരാളം പണം ജോയി ഡർബൻ നൽകുന്നതായിട്ടും ജോൺ ട്രീസ് കാണുന്നു. വീണ്ടും നിരീക്ഷിക്കുമ്പോൾ ഒരു ടാക്സിക്കാരിൽ ഒരാൾ കുറച്ചധികം പണം ജോയി ഡർബന് നൽകുന്നതായിട്ട് ജോൺ ട്രീസ് കാണുന്നു. എന്തായാലും ജോൺ ട്രീസ് തീരുമാനിക്കുകയാണ് ഈ ടീം, അതായത് ജോയി ഡർബൻ്റെ ടീം വളരെ കോഷ്യസ് ആണ്, ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവരോട് അടുത്ത് നിന്നാലേ എന്താണ് ഇവർക്കിടയിൽ സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന്. ആ ടാക്സിയിൽ വന്ന ആൾ പഴയ ഒരു എക്സോൾജിയർ ആണെന്നും ഹറോൾഡ് ഫിഞ്ച് ആ ടാക്സി നമ്പർ ചെക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കും. ആ ടാക്സി ഡ്രൈവറിൻ്റെ പേര് വില്ലീസ് എന്നാണെന്നും അദ്ദേഹം എക്സോൾജിയർ ആണ്. ഈ ജോയി ഡർബൻ്റെ ട്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്ന സൈനികനാണ്. മാത്രമല്ല ആ ടാക്സിയുടെ രേഖകൾ പരിശോധിച്ചപ്പോൾ ആ ടാക്സി ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരു ബാറിൽ നിർത്തിയിരുന്നു. ആ ബാറിൻ്റെ ഓണർ റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥനായ സാം ലാറ്റിമർ എന്നൊരാളാണെന്നും ഹറോൾഡ് ഫിഞ്ചും ജോൺ ട്രീസും മനസ്സിലാക്കും. എന്തായാലും ജോൺ ട്രീസ് ഇവരുടെ ടീമിലേക്ക് കയറിപ്പറ്റാൻ എന്തെങ്കിലും മാർഗം കണ്ടെത്തണമെന്ന് ഹറോൾഡ് ഫിഞ്ചിനോട് പറയുന്നു. ജോൺ ട്രീസ് എന്തായാലും നേരത്തെ പറഞ്ഞ സൈനിക ഉദ്യോഗസ്ഥനായ ലാറ്റിമറിൻ്റെ ബാറിലെത്തുന്നു. അവിടെ ചെന്ന് എനിക്കും ഒരു ജോലി വേണമെന്ന് പറയുന്നു. ലാറ്റിമർ ആദ്യം സമ്മതിക്കുന്നില്ല. പക്ഷേ നേരത്തെയുള്ള ആർമിയിലെ പരിചയങ്ങളൊക്കെ മുതലെടുത്ത് ജോൺ ട്രീസ് ലാറ്റിമറോട് തനിക്ക് ഏറ്റവും അത്യാവശ്യം ഇപ്പോൾ ഒരു ജോലിയാണെന്നും ധാരാളം പണവും ആവശ്യമുണ്ടെന്നും പറയുന്നു. എന്നാൽ ലാറ്റിമർ പറയുന്നു, ഇപ്പോൾ ഇവിടെ ജോലിയൊന്നുമില്ല, എന്തെങ്കിലും ഒഴിവുകളുണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് വിളിക്കാമെന്നും ലാറ്റിമർ പറയുന്നു. എന്തായാലും അവരുടെ ടീമിൽ ചേരാൻ പറ്റാത്തതിനാൽ ജോൺ ട്രീസും ഹറോൾഡ് ഫിഞ്ചും മറ്റൊരു മാർഗം അന്വേഷിക്കുന്നു. ഹറോൾഡ് ഫിഞ്ച് നേരത്തെ കണ്ട സോൾജിയർ ടാക്സിയിൽ യാത്ര ചെയ്യുകയാണ്. എന്നിട്ട് ആ ടാക്സിയുടെ ഡിക്കിയിൽ ഹറോൾഡ് ഫിഞ്ച് കുറച്ച് വെപ്പൺസ് ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് പോലീസിനെ അറിയിക്കും. പോലീസ് വന്ന് നമ്മുടെ ഈ സോൾജിയറായ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യും. ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അവരുടെ ടീമിൽ നിന്ന് ഒരാൾ ഒഴിവാകുമ്പോൾ ഇവരുടെ നേതാവായ ലാറ്റിമർ ജോൺ ട്രീസിനെ വിളിച്ച് അടുത്ത കൊള്ളയ്ക്കുള്ള അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടി ജോൺ ട്രീസിനെ ടീമിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയാണ്. ജോൺ ട്രീസ് അത്യാവശ്യം ഡയലോഗൊക്കെ അടിച്ച് ലാറ്റിമറെ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു. തൻ്റെ കഴിവുകളൊക്കെ കാണിച്ചുകൊണ്ട്, തൻ്റെ തോക്കുപയോഗിക്കാനുള്ള കഴിവും നിരീക്ഷണ പാഠവും ഒക്കെ കാണിച്ചുകൊണ്ട് ലാറ്റിമറിനെ ജോൺ ട്രീസ് അത്യാവശ്യം കഴിവുള്ള ആളാണെന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ 2 എപ്പിസോഡുകളായി നമ്മുടെ ജോൺ ട്രീസിനെ അന്വേഷിക്കുന്ന ഇൻസ്പെക്ടർ കാർട്ടർ ഈ ബാങ്ക് റോബറിയുടെ വീഡിയോസൊക്കെ കാണുകയാണ്. മാൻ ഇൻ എ സ്യൂട്ട് എന്ന പേരിൽ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ കുറ്റാന്വേഷണത്തിൽ കുറ്റവാളികളെ കാർട്ടറിൻ്റെ മുന്നിലേക്ക് തള്ളിയിട്ട് കൊടുത്ത് ഒളിവിൽ കഴിയുകയാണല്ലോ ജോൺ ട്രീസ്. എന്തായാലും ഈ വീഡിയോയിൽ ജോൺ ട്രീസ് ആ റോബറി നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇൻസ്പെക്ടർ കാർട്ടർ മനസ്സിലാക്കുന്നു. എന്തായാലും മറ്റേ പട്ടാളക്കാരുടെ ടീമിൽ ഒരാളുടെ കുറവൊപ്പം ഉണ്ടായല്ലോ, അതുകൊണ്ട് ലാറ്റിമർ ജോൺ ട്രീസിനെ തൻ്റെ ബാറിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അടുത്ത പരിപാടിക്ക് കളമൊരുക്കുകയാണ് ലാറ്റിമർ. ജോൺ ട്രീസ് അങ്ങനെ ജോയി ഡർബൻ്റെ ടീമിലേക്ക് അവനെ അടുത്തറിയുന്നതിന് വേണ്ടിയും എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും അപകടത്തിൽ നിന്ന് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അവൻ്റെ ടീമിലേക്ക് അവരറിയാതെ ചേരുകയാണ്. Then who's gunning for him? One of the gang? One of the women? Why he's such a mess? He's got a job, pretty girlfriend, good service record. He's throwing it all away. He's going to end up in prison. Not every ex-soldier meets a reclusive billionaire. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇൻസ്പെക്ടർ ജോൺ കാർട്ടർ നേരത്തെ നടന്ന ബാങ്ക് റോബറിയെക്കുറിച്ച് അന്വേഷണം നടന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള അന്വേഷണത്തിനിടയിൽ ജോൺ കാർട്ടർക്ക് ഒരു എക്സ്ക്ലൂസീവ് മിലിറ്ററി റേഡിയോയുടെ ഒരു ഫോട്ടോ കിട്ടുന്നു. പക്ഷേ ആ ഫോട്ടോ അന്വേഷിക്കുമ്പോൾ അത് ഫോർട്ട് ഡ്രമ്മിൽ നിന്ന്, അതായത് ഈ പട്ടാളക്കാരുടെയൊക്കെ ഒരു കേന്ദ്രത്തിൽ നിന്ന് നേരത്തെ മോഷ്ടിക്കപ്പെട്ടിരുന്നതാണെന്ന് ജോൺ കാർട്ടർക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇടയ്ക്ക് ജോൺ ട്രീസ് നമ്മുടെ ജോയി ഡർബനോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നൊക്കെ അന്വേഷിച്ച് അവൻ പറയുന്നു, യുദ്ധത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോൾ അവൻ നല്ല രീതിയിൽ ജീവിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇങ്ങനൊരു ഗ്യാങ്ങിൽ അവൻ പെട്ടുപോയി. ഈ പെട്ടുപോയപ്പോൾ ഇവർ മോഷണത്തിലൊക്കെ ഇവനെ ഉൾപ്പെടുത്തി. പക്ഷേ ജോൺ ട്രീസ് ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. അടുത്ത മോഷണ ശ്രമത്തിന് ജോൺ ട്രീസ് ഉൾപ്പെടെയുള്ള ഇവരുടെ ടീം ഒരു കസീനോയിൽ ചെല്ലുന്നു. പക്ഷേ അവിടെ നിന്ന് പണം എടുക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം ഈ സമയത്ത് തന്നെ ഇൻസ്പെക്ടർ കാർട്ടറും NYPDയും, അതായത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഈ കൊള്ളയെക്കുറിച്ച് അറിയുകയും അവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. ജോൺ ട്രീസ് ഇത് മനസ്സിലാക്കി ടീമിനോട്
പൈസയൊന്നും എടുക്കാതെ തന്നെ അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെടുന്നതിന് വേണ്ടി പറയുകയും ചെയ്യുന്നു. അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഈ സംഭവത്തോടു കൂടി ഈ മോഷണ ഗ്രൂപ്പിൻ്റെ തലവനായ ലാറ്റിമറിനും വളരെയധികം ദേഷ്യം വരുന്നു. എന്തായാലും ഒരു ചാൻസും കൂടെ നിങ്ങൾക്ക് കുറച്ച് പണം കണ്ടെത്താൻ വേണ്ടി ഞാൻ തരാമെന്ന് ലാറ്റിമർ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഫിഞ്ച് നമ്മുടെ ഈ ജോയി ഡർബൻ കുറേയധികം പണം ചെറിയ കുട്ടിയായ ആമി മൈൽസിന് അയച്ചു കൊടുത്തതായിട്ടുള്ള രേഖകൾ കണ്ടുപിടിക്കുന്നു. പക്ഷേ ആ കുട്ടി ജോയി ഡർബൻ്റെ മകളൊന്നുമല്ല. പക്ഷേ ആ കുട്ടിയുടെ അച്ഛൻ മറ്റൊരു സോൾജിയറാണ്, ഫ്രാങ്ക് സ്റ്റീഫൻസ്. പക്ഷെ പുള്ളി അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ജോയി ഡർബൻ ഇടയ്ക്ക് കാണാറുള്ള ആ സ്ത്രീ ഈ കുട്ടിയുടെ അമ്മയാണെന്നും ജോൺ ട്രീസിനും ഹറോൾഡ് ഫിഞ്ചിനും മനസ്സിലാവുന്നു. എന്തായാലും ജോൺ ട്രീസ് ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജോയി ഡർബനോട് എന്താണ് നിന്റെ ബാധ്യത, എന്താണ് നിന്റെ കടപ്പാട് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ജോയി ഡർബൻ തൻ്റെ കടപ്പാടിൻ്റെ കാര്യങ്ങളൊക്കെ ജോൺ ട്രീസിനോട് പറയുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിനിടയ്ക്ക് താൻ നിൽക്കേണ്ട പോസ്റ്റിൽ ഈ കൊല്ലപ്പെട്ട ഫ്രാങ്ക് സ്റ്റീഫൻ, അതായത് ജോയി ഡർബൻ ഒരു സ്ത്രീക്ക് പണം കൊടുക്കാറുണ്ടല്ലോ, ആ സ്ത്രീയുടെ ഹസ്ബൻഡ് പട്ടാളക്കാരനായ ഫ്രാങ്ക് സ്റ്റീഫൻ ജോയി ഡർബനോടൊപ്പം അഫ്ഗാനിസ്ഥാനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു പോസ്റ്റിൽ കാവൽ നിൽക്കുമ്പോൾ ജോയി ഡർബന് അത്യാവശ്യമായി മറ്റൊരു ഡ്യൂട്ടിക്ക് പോകേണ്ടിയിരുന്നതിനാൽ ഫ്രാങ്ക് സ്റ്റീഫനെ തൻ്റെ സ്ഥാനത്ത് നിർത്തുകയും ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഫ്രാങ്ക് സ്റ്റീഫൻസ് കൊല്ലപ്പെടുന്നു. ഈ മരണത്തിന് ഉത്തരവാദിത്തം ജോയി ഡർബൻ ആണെന്നുള്ള കുറ്റബോധമാണ് ഈ ധാരാളം പണമൊക്കെ മോഷണത്തിലൂടെ ഉണ്ടാക്കി കൊല്ലപ്പെട്ട ഫ്രാങ്ക് സ്റ്റീഫന്റെ ഭാര്യയ്ക്കും മകളായ ആമിക്കും കൊടുക്കുന്നത്. ഈ കുറ്റബോധം തുടരുന്നതിനാലാണ് വീണ്ടും ഇങ്ങനെയുള്ള മോഷണ ശ്രമത്തിൽ ചെന്നുപെടുകയും അവിടെ നിന്ന് ധാരാളം പണം കണ്ടെത്തി തൻ്റെ കൂട്ടുകാരനായ കൊല്ലപ്പെട്ട ഫ്രാങ്ക് സ്റ്റീഫന്റെ കുടുംബത്തിന് ജോയി ഡർബൻ നൽകുന്നതെന്ന് ജോൺ ട്രീസ് മനസ്സിലാക്കുന്നു. എന്തായാലും ജോൺ ട്രീസ് അതിൽ നിന്നൊക്കെ പിന്തിരിയണമെന്ന് ജോയി ഡർബനോട് പറയുന്നു. പക്ഷേ ജോയി ഡർബൻ കേൾക്കുന്നില്ല. എന്തായാലും അടുത്ത മോഷണ ശ്രമത്തിന് ഈ ഗ്രൂപ്പിനോട് ഇതിൻ്റെ തലവൻ ലാറ്റിമർ ഉത്തരവിടുകയാണ്. ഈ മോഷണ ശ്രമം പക്ഷേ ഒരു ജയിലിലാണ്. ഈ ജയിലിലുള്ളൊരു എവിഡൻസ് ഫയർ പുറത്തെടുക്കണമെന്നാണ് ലാറ്റിമറിൻ്റെയും തലവനായ ഒരാൾ ഫോണിലൂടെ ആവശ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ലാറ്റിമറിനെ കൊണ്ട് ഇതാരൊക്കെയോ ചെയ്യിക്കുന്നതാണ്. ലാറ്റിമറിൻ്റെ പരിപാടി സ്ഥിരമായി 4-5 മോഷണ ശ്രമങ്ങൾ ഇങ്ങനെയുള്ള മുൻ പട്ടാളക്കാരെ കൊണ്ട് ചെയ്യിക്കും. അതിനുശേഷം ഈ പട്ടാളക്കാരെ കൊന്നുകളയും. വീണ്ടും അടുത്ത 3-4 പേരെ തൻ്റെ ടീമിലേക്ക് ആഡ് ചെയ്യും. 5-6 മോഷണ ശ്രമത്തിന് ശേഷം അവരെയും കൊന്നുകളയും. അങ്ങനെയാണ് ഇപ്പോൾ ജോയി ഡർബനും ജോൺ ട്രീസും ഒക്കെ ടീമിൽ ബന്ധപ്പെട്ടത്. നമ്മുടെ ഇൻസ്പെക്ടർ കാർട്ടറും തൻ്റെ അന്വേഷണത്തിലൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ഈ ടീമിൻ്റെ പരിപാടി ഇങ്ങനെയൊക്കെയാണ്. 4-5 മോഷണ ശ്രമങ്ങൾ, അതിനുശേഷം ടീമിനെ മാറുക. അതുകൊണ്ടാണ് പോലീസിനും ഇവരെ കൃത്യമായി കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഈ മോഷണ ശ്രമം അവിടുത്തെ ജയിലിലെ എവിഡൻസ് റൂമിലേക്കാണ്. എവിഡൻസ് റൂമിലിരിക്കുന്ന ഒരു ഫയൽ കൊണ്ടുവരണമെന്നാണ് ലാറ്റിമറോട് ഫോണിൽ അജ്ഞാതന ഒരാൾ ആവശ്യപ്പെടുന്നത്. ലാറ്റിമർ അത് ഏൽക്കുന്നു. പക്ഷേ ഈ ലാറ്റിമറിൻ്റെ ഫോൺ സംഭാഷണം ഹറോൾഡ് ഫിഞ്ച് ചോർത്തുന്നുണ്ട്. അതിൽ നിന്ന് ഹറോൾഡ് ഫിഞ്ചിന് മനസ്സിലാക്കുന്നത് ഇതിനുശേഷം ആ ടീമിലുള്ള എല്ലാവരെയും കൊന്നുകളയാനാണ് ഫോണിലൂടെ ആവശ്യം അറിയിച്ചിരിക്കുന്ന ആൾ ലാറ്റിമറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യം സമയത്ത് ഫിഞ്ചിന് ജോൺ ട്രീസിനെ അറിയിക്കാൻ സാധിച്ചില്ല. ഇത് കാരണം ഹറോൾഡ് ഫിഞ്ചും ആ ജയിലിലെ എവിഡൻസ് റൂമിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. അമേരിക്കയിൽ അങ്ങനെ സന്ദർശനം അനുവദിക്കുന്നതായിരിക്കാം. അവിടെ ചെന്നിട്ട് ഈ മോഷണ ശ്രമത്തിനിടയിൽ ജോൺ ട്രീസിനോട് പോലീസ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെന്നും അവർ ഓൺ ദ വേ ആണെന്നും നിങ്ങൾ പിടിക്കപ്പെടുമെന്നും അല്ലെങ്കിൽ വെടിവെപ്പുണ്ടായി നിങ്ങളൊക്കെ കൊല്ലപ്പെട്ടേക്കാമെന്നൊരു മുന്നറിയിപ്പും ജോൺ ട്രീസിനും ജോയി ഡർബനും നൽകാനാണ് ഹറോൾഡ് ഫിഞ്ച് ഈ എവിഡൻസ് റൂമിലേക്ക് അപ്പോയിൻമെൻ്റ് എടുത്തത്. അപ്പോൾ അങ്ങനെ ആകെ ടെൻസ്ഡ് ആയ മൊമെൻറ്റിലാണ് ഇപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് നിൽക്കുന്നത്. എന്തായാലും ഈ കള്ളന്മാർ എവിഡൻസ് റൂമിലേക്ക് കയറുകയാണ്. ഇതിനിടയ്ക്ക് ലാറ്റിമർ നിങ്ങളെ ട്രാപ്പിലാക്കിയതാണ് എന്നുള്ള കാര്യം അദ്ദേഹം രഹസ്യമായി റീസിനെ അറിയിക്കുന്നു. റീസ് ഇത് കൂട്ടാളികളെ അറിയിക്കുന്നുണ്ടെങ്കിലും അവരത് മൈൻഡ് ചെയ്യുന്നില്ല. ഇവരെല്ലാവരും കൂടെ ആ പാക്കേജ് അവിടെ നിന്ന് എടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഒരു ലോക്കപ്പ് ഗാർഡ് വെടിയുതിർക്കുന്നു. നമ്മുടെ ധൈര്യവാനായ ഫിഞ്ചും അവിടെ എത്തിയിട്ടുണ്ട്. കള്ളന്മാർ അവരുടെ വാനിനടുത്തേക്ക് തിരികെ എത്തുമ്പോൾ ലാറ്റിമർ വാഹനത്തിനകത്തുണ്ടായിരുന്നു. അദ്ദേഹം ആ പാക്കേജ് എടുക്കുകയും പക്ഷേ കൊണ്ടുവന്ന കൂട്ടാളികളെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. 2 പേർ അപ്പോൾ തന്നെ മരിക്കുന്നു. ഇതറിഞ്ഞ് പോലീസും സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. ജോയി ഡർബനെ വെടിവെക്കാനുള്ള ശ്രമത്തിനിടയിൽ റീസ് തിരിച്ചു വെടിവെക്കുന്നുണ്ട്. അങ്ങനെ ലാറ്റിമർ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പോലീസും അതായത് കാർട്ടർ അവിടെ എത്തുന്നു.
പക്ഷേ ഈ 2 കൊല്ലപ്പെട്ടവരെയും അവരുടെ കയ്യിലിരുന്ന ആ റേഡിയോയും, അതായത് സംസാരിക്കാനുള്ള ഫോണും മാത്രമേ അവർ കിട്ടുന്നുള്ളൂ. എന്തായാലും മെഷീൻ തന്ന സോഷ്യൽ സെക്യൂരിറ്റി നമ്പറുള്ള ജോയി ഡർബനെ അവർ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ജോയി ഡർബൻ വളരെയധികം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സോൾജറാണ്. എന്തായാലും പോലീസ് ഈ കേസുകളൊക്കെ അന്വേഷിക്കും. ജോയിയെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ധാരാളം പണം റീസ് ജോയി ഡർബന് കൊടുക്കുകയും എന്നിട്ട് ഈ സിറ്റി വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയി അവൻ്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം താമസിക്കാൻ പറയുന്നു. ജോയി ഡർബൻ ആദ്യം അത് നിഷേധിക്കുന്നുണ്ടെങ്കിലും റീസ് ജോയി ഡർബനോട് നിനക്കിനി അടുത്ത 20 കൊല്ലം ജയിലിൽ കിടക്കണോ എന്ന് ചോദിക്കുന്നു. നീ ധൈര്യമായിട്ട് നിന്റെ ഗേൾഫ്രണ്ടിനെ വിളിച്ച് ഇവിടെ നിന്ന് ദൂരെയുള്ള ഒരു പട്ടണത്തിലേക്ക് പോയി താമസിക്കൂ, അത്യാവശ്യം വേണ്ട പണം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ജോയി ഡർബനെ സുരക്ഷിതമായി ആ നഗരത്തിൽ നിന്ന് മാറ്റുന്നു. വീണ്ടും നമ്മുടെ ലാറ്റിമർ അദ്ദേഹം മോഷ്ടിച്ച എവിഡൻസ് അയാളുടെ ബോസിന് കൈമാറുന്നുണ്ട്. ആ ഫോൾഡറിൽ നമുക്ക് ഏലിയാസ് എന്നൊരു പേര് കാണാൻ പറ്റും. ഈ പേര് ഈ എപ്പിസോഡിലാണ് നമ്മൾ ആദ്യമായി കാണുന്നത്. വരും എപ്പിസോഡിൽ ഇയാളുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കും. റീസ് എന്തായാലും ഈ ലാറ്റിമറിനെ ട്രാക്ക് ചെയ്യുന്നു. പക്ഷേ റീസ് അവിടെ എത്തുമ്പോഴേക്കും ഈ ലാറ്റിമറിനെ മറ്റാരോ കൊല്ലുന്നു. ഫിഞ്ചിനും ഈ ഏലിയാസ് എന്ന് പറയുന്ന ബോസ് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. റീസ് ഒടുവിൽ പറയുന്നു, ഐ ബെറ്റർ ലുക്ക് ഇൻ ടു ഇറ്റ്, ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. എന്തായാലും ജോയി ഡർബനെ രക്ഷിച്ച സന്തോഷത്തിൽ വളരെ രസകരമായി ആശ്വാസകരമായി ഒരു ഫീൽ ഗുഡ് എൻഡാണ് ഈ എപ്പിസോഡ് നൽകിയിരിക്കുന്നത്. വരും എപ്പിസോഡുകളൊക്കെ കൂടുതൽ സംഭ്രമജനകവും ഉദ്വേഗഭരിതവും സസ്പെൻസ്ഫുള്ളും ഒക്കെ ആയി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടിടുക. താങ്ക് യു. അടുത്ത എപ്പിസോഡിൽ കാണാം.